മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉപാധികൾ വച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാം. 2026-ൽ വഹാബ് ഒഴിയുമ്പോൾ ആ സീറ്റ് കോൺഗ്രസിന് നൽകണം. രാജ്യസഭയിൽ ലീഗിന് എപ്പോഴും 2 അംഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സാമുദായിക ധ്രുവീകരണങ്ങളില്ലാതെ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഉഭയകക്ഷി ചർച്ച ആലുവ പാലസിൽ പുരോഗമിക്കുകയാണ്. കെ ഷുക്കൂർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, ഉപാധികൾ പറഞ്ഞിരുന്നത് ഒന്നുകിൽ ഒരു മൂന്നാം സീറ്റ് എന്ന ആവശ്യം, അല്ലെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ്, ഈ 2 ഉപാധികളാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി നിലവിൽ രാജ്യസഭാ സീറ്റ് നൽകാമെന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ തന്നെ പല നേതാക്കന്മാരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായത് ഈ ഉപാധിയിൽ അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിന്മേൽ ചർച്ച ഒതുങ്ങില്ല എന്നുള്ളത് തന്നെയാണ്. മൂന്നാം സീറ്റ് എന്ന് പറയുമ്പോൾ ലോക്സഭാ സീറ്റ് തന്നെയാണ് ലീഗ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപാധികൾ അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഷുക്കൂർ? ജിൽസി, പി കെ കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീർ, കെ.പി.എ. മജീദ്, ഇ.ടി. മുഹമ്മദ് ബഷീർ, പി.എം.എ. സലാം, എം.കെ. മുനീർ തുടങ്ങിയ നേതാക്കളാണ് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് ഇന്നിപ്പോൾ ആലുവ ചർച്ചയ്ക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, പാർട്ടി അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ഒരു മൂന്നാം സീറ്റ് വേണം എന്നതാണ്. അത് രാജ്യസഭാ സീറ്റ്, ലോക്സഭാ സീറ്റ് എന്ന വേർതിരിവ് അതിനകത്ത് സാദിഖ് അലി തങ്ങൾ വെച്ചിട്ടില്ല. എന്നാൽ പി.എം.എ. സലാം അക്കാര്യം പുറത്തു പറഞ്ഞപ്പോൾ ലോക്സഭാ സീറ്റ് തന്നെ വേണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചത് അത് സാദിഖ് അലി തങ്ങളുടെ നിലപാടിന് ആനുപാതികമായല്ല എന്ന ഒരു അഭിപ്രായം മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ ഇപ്പോഴുണ്ട്. എന്നാൽ ഇതുകൂടി കണക്കിലെടുത്തായിരിക്കണം ഒരുപക്ഷെ ഇന്ന് രാവിലെ ഈ യോഗത്തിന് അല്പം മുമ്പ് കോൺഗ്രസ് നേതാക്കൾ അനൗദ്യോഗികമായി ചേർന്ന യോഗത്തിൽ ഒരു തീരുമാനമെടുത്തു. അത് അല്പം മുമ്പ് ജിൽസി പറഞ്ഞതാണ്. അതായത് ഈ വർഷം ഒഴിവ് വരുന്ന UDF-ന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാം എന്നുള്ളതാണ്. മറ്റൊന്ന്, 2026-ൽ മുസ്ലിം ലീഗിൻ്റെ PV അബ്ദുൽ വഹാബ് രാജ്യസഭാ സീറ്റിൽ നിന്നും ഒഴിയുന്ന ഘട്ടത്തിൽ വീണ്ടും ലഭിക്കുന്ന സീറ്റ് അത് കോൺഗ്രസിന് നൽകണം. പിന്നീട് വരുന്ന സീറ്റ് തിരിച്ച് ലീഗിന് തന്നെ നൽകാം. ആ അർത്ഥത്തിൽ 2 സീറ്റ് എപ്പോഴും രാജ്യസഭയിൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാം എന്ന ഒരു ഉറപ്പാണ് ഇന്നിപ്പോൾ ഈ യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ നൽകാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയിൽ കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത് KPC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ UDF കൺവീനർ MM ഹസൻ എന്നിവരെയായിരുന്നു. എന്നാൽ ഇത് കൂടാതെ ഒരാളെ കൂടി ഇന്നത്തെ യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചു വരിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ലീഗ് നേതാക്കളും പാണക്കാട് കുടുംബവുമായും അടുത്ത ബന്ധം ഉള്ള ഒരു നേതാവ് എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം ഈ ചർച്ചയിൽ സുപ്രധാനമാണ് എന്ന് കോൺഗ്രസ് കരുതുന്നു. ആ അർത്ഥത്തിൽ അല്പം കൂടി ഗൗരവത്തോടെ കോൺഗ്രസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു നിർദ്ദേശം തയ്യാറാക്കാൻ കോൺഗ്രസ് വളരെ വൈകി. എന്തായാലും അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം തയ്യാറായത്. ഇപ്പോൾ യോഗത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്. ഇന്ന് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തും. ഇന്നിപ്പോൾ ഈ തീരുമാനം യോഗത്തിൽ അറിയിച്ചാൽ പോലും ഒരു തീരുമാനം അന്തിമമായി ഇന്നുണ്ടാകാൻ സാധ്യതയില്ല. സാദിഖ് അലി തങ്ങളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ഇപ്പോൾ ആലുവ പാലസിൽ ചർച്ച പുരോഗമിക്കുകയാണ്. രമേശ് ചെന്നിത്തല കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതായത് ഒരു രമ്യമായ പരിഹാരത്തിന്, പ്രത്യേകിച്ച് ലീഗുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന രമേശ് ചെന്നിത്തല കൂടെ ഈ യോഗത്തിലേക്ക്, ചർച്ചയിലേക്ക് എത്തുമ്പോൾ ഒരു രമ്യമായ പരിഹാരത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഔദ്യോഗിക തീരുമാനമുണ്ടായെങ്കിൽ പോലും ഒരു പ്രഖ്യാപനം ഇന്നത്തേക്ക് ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് കെ ഷുക്കൂർ നൽകുന്നത്.